അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ടാലി സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതിൽ കമ്പനി ക്രിയേഷൻ, കമ്പനി സെലക്ഷൻ, കമ്പനി എഡിറ്റിംഗ് ഇതുപോലത്തെ കാര്യങ്ങളായിരുന്നു. അതിനുശേഷം പ്രൈമറി സ്ക്രീൻ ഓഫ് എ കമ്പനി അല്ലേ, ടാലി സോഫ്റ്റ്വെയറിൽ ഒരു കമ്പനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന സ്ക്രീൻ, അതിൽ മാസ്റ്റേഴ്സിൻ്റെ ഉപയോഗം എന്താണെന്നും ട്രാൻസാക്ഷൻ്റെ ഉപയോഗം എന്താണെന്നും യൂട്ടിലിറ്റീസിൻ്റെ ഉപയോഗം എന്താണെന്നും റിപ്പോർട്ട്സിൻ്റെ ഉപയോഗം എന്താണെന്നും പഠിച്ചു. അതിനുശേഷം കമ്പനി ഫീച്ചേഴ്സ് ആൻഡ് ടാലി കോൺഫിഗറേഷൻ എക്സ്പ്ലെയിൻ ചെയ്തു. അതിനുശേഷം നമ്മൾ ടാലിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനികൾ ട്രേഡിംഗ് ആയിക്കോട്ടെ, മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, അതിനനുസരിച്ചുള്ള കോൺഫിഗറേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നും പഠിച്ചു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലെഡ്ജർ. എന്താണ് ലെഡ്ജർ എന്നും അതുപോലെ ടാലി സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നതും എന്ന്. ലെഡ്ജർ എന്താണെന്ന് ഒരു ഡെഫിനിഷൻ കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാതെ ബൈഹാർട്ടായിട്ട് പഠിക്കാൻ സാധിക്കും, പക്ഷെ അത് മനസ്സിലാക്കി പഠിക്കാൻ കഴിയില്ല. അപ്പോൾ ലെഡ്ജർ എന്താണെന്ന് പഠിക്കണമെങ്കിൽ, അറിയണമെങ്കിൽ നിങ്ങൾ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ക്ലാസ് ഇരിക്കണം. ഇത് ടാലിയുടെ ബേസിക് ക്ലാസ്സാണ്. ടാലി എന്ന സോഫ്റ്റ്വെയർ, അതായത് അക്കൗണ്ടിങ് അറിയുന്നവർക്ക് എങ്ങനെയാണ് ടാലി സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്നത്, അതിന് അവർക്കുള്ള ഒരു ടാലിയുടെ ബേസിക് ടു അഡ്വാൻസ്ഡ് ക്ലാസ്സുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്, അതുപോലെ എന്താണ് ലെഡ്ജർ, എന്താണ് ജേർണൽ എൻട്രി, എന്താണ് ട്രയൽ ബാലൻസ്, ഫൈനൽ റിപ്പോർട്ട്സ്, ഇതൊക്കെ നിങ്ങൾ ഇത് അറിയുന്നവർക്ക് ഈ വീഡിയോ ഒന്നുകൂടി സിമ്പിളായിരിക്കും. അപ്പോൾ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ ആവശ്യമായ അക്കൗണ്ട് ഹെഡുകൾക്ക് പറയുന്ന പേരാണ് ലെഡ്ജർ അല്ലേ, ലെഡ്ജർ. അപ്പോൾ ആ ലെഡ്ജറുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ലെഡ്ജറുകളെ, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ട്രാൻസാക്ഷൻ ആവശ്യമായ ലെഡ്ജേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എത്രയായിട്ട്? എത്ര ടൈപ്പ് ലെഡ്ജർ കേട്ടിട്ടുണ്ടോ? എത്ര ടൈപ്പ് ലെഡ്ജർ ഉണ്ട് നോക്കാം. ലെഡ്ജറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് 5 ടൈപ്പായിട്ടാണ്. അസറ്റ്സ് ലെഡ്ജർ, ലയബിലിറ്റി ലെഡ്ജർ, ക്യാപിറ്റൽ ലെഡ്ജർ, ഇൻകം ലെഡ്ജർ, എക്സ്പെൻസ് ലെഡ്ജർ. നിങ്ങൾ ഒരു സ്ഥാപനത്തിലെ ലെഡ്ജേഴ്സുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഈ 5 ടൈപ്പിൽ വരുന്ന ലെഡ്ജറുകളായിരിക്കും. ഇതല്ലാതെ മറ്റൊരു ലെഡ്ജേഴ്സ് ഉണ്ടാവില്ല ബിസിനസ്സിൽ, അക്കൗണ്ടിങ്ങിൽ. ഓക്കെ അല്ലേ? അസറ്റ്സ് ലെഡ്ജർ, ലയബിലിറ്റി ലെഡ്ജർ, ക്യാപിറ്റൽ ലെഡ്ജർ, ഇൻകം ലെഡ്ജർ, എക്സ്പെൻസ് ലെഡ്ജർ. നോക്കാം ഈ ഓരോ ടൈപ്പ് ലെഡ്ജറും എന്തൊക്കെയാണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അസറ്റ്സ് ലെഡ്ജർ. എന്താണ് അസറ്റ്? അസറ്റ് എന്ന് പറഞ്ഞാൽ ആസ്തി, ഒരു സ്ഥാപനത്തിൻ്റെ സ്വത്ത് അല്ലേ. ഒരു സ്ഥാപനത്തിൻ്റെ എക്കണോമിക് റിസോഴ്സ്, ഒരു സ്ഥാപനത്തിൻ്റെ ക്യാഷ് വാല്യൂ ഉള്ള എല്ലാ റിസോഴ്സും, അല്ലെങ്കിൽ എക്സാമ്പിൾ ഒരു സ്ഥാപനത്തിലുള്ള ക്യാഷ്, സ്ഥാപനത്തിൻ്റെ പേരിൽ ബാങ്കിൽ നിക്ഷേപിച്ച ക്യാഷ്, ഓക്കെ അല്ലേ, അല്ലെങ്കിൽ കസ്റ്റമറെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള ക്യാഷ്. അപ്പോൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്യാഷ് വാല്യൂ ഉള്ള ഒരു സ്ഥാപനത്തിൻ്റെ എല്ലാ റിസോഴ്സും അസറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന റിസോഴ്സും ഒരു സ്ഥാപനത്തിൻ്റെ അസറ്റാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എക്സാമ്പിൾ എന്തൊക്കെയാണ് അസറ്റ്സ് ലെഡ്ജറിൽ വരിക? അതിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. ഒരു കമ്പനിയിൽ ഉള്ള ക്യാഷ്, അത് നിങ്ങൾ ലോൺ എടുത്തതായിക്കോട്ടെ, കസ്റ്റമർ കയ്യിൽ നിന്ന് കിട്ടിയതായിക്കോട്ടെ, നിങ്ങളുടെ കമ്പനിയുടെ മേശയിലുള്ള ക്യാഷ് ബോക്സിലുള്ള ക്യാഷ്. അതുപോലെ നിങ്ങളുടെ കമ്പനി മുഴുവൻ ക്യാഷും സ്ഥാപനത്തിൽ വെക്കില്ല, ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ആ ബാങ്കിലുള്ള ക്യാഷ്, അതായത് ആ ബാങ്കിൻ്റെ പേര്, ഓക്കെ അല്ലേ, അതൊക്കെ നിങ്ങളുടെ അസറ്റ്സ് ലെഡ്ജറാണ്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. അതുപോലെ ആൾ കമ്പനി പ്രോപ്പർട്ടീസ് ലൈക്ക് ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ എക്സെട്ര. ആ കമ്പനിയുടെ പ്രോപ്പർട്ടികൾ, ഈ കമ്പനിയുടെ ലാൻഡ്, നിങ്ങളുടെ കമ്പനി സ്ഥിതി ചെയ്യുന്ന ലാൻഡ് നിങ്ങളുടെ കമ്പനിയുടെ സ്വന്തം ലാൻഡാണെങ്കിൽ ആ ലാൻഡ് നിങ്ങളുടെ അസറ്റാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കമ്പനി നിൽക്കുന്ന ബിൽഡിങ്, നിങ്ങളുടെ കമ്പനിയുടെ സ്വന്തം ബിൽഡിംഗ് ആണെങ്കിൽ അത് നിങ്ങളുടെ അസറ്റാണ്. ഓക്കെ അല്ലേ? നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ പർച്ചേസ് ചെയ്ത ഫർണിച്ചറുകൾ, അതുപോലെ തന്നെ കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, ജനറേറ്ററുകൾ എല്ലാം നിങ്ങളുടെ അസറ്റാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ആൾ കമ്പനീസ് ആൻഡ് പ്രോപ്പർട്ടി, ഇതെല്ലാം കമ്പനിയുടെ അസറ്റിൽ വരും. അതുപോലെ ആൾ റിസീവബിൾ എമൗണ്ട് കസ്റ്റമർ കാൾഡ് ഡെപ്റ്റേഴ്സ്. അതായത് കമ്പനിയിൽ ഉള്ള ക്യാഷ് മാത്രമല്ല, കമ്പനിയിലേക്ക് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള ക്യാഷ് അല്ലേ. ഇപ്പോൾ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ, മുന്നോട്ട് പോകണമെങ്കിൽ ക്യാഷ് സെയിൽ മാത്രം പോരാ, ക്രെഡിറ്റ് സെയിൽ കൂടി നടക്കേണ്ടി വരും. ഓക്കെ അല്ലേ? അങ്ങനെ കസ്റ്റമർക്ക് ഗുഡ്സ് കടത്തിന് വിറ്റു, ഇന്ന് ആ കസ്റ്റമർ പറഞ്ഞു ഇതിൻ്റെ ക്യാഷ് 30 ദിവസത്തിനകം തരാം എന്ന്.
അപ്പോൾ ആ കസ്റ്റമർ നിങ്ങൾക്ക് ക്യാഷ് തരാനുണ്ട്. അപ്പോൾ ആ കിട്ടാനുള്ള ക്യാഷ് അസറ്റാണ്. അപ്പോൾ ആ കസ്റ്റമറുടെ പേരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇന്ന കസ്റ്റമർ AB എന്ന് പറയുന്ന കസ്റ്റമർക്ക്, ഒരു AB എന്ന് പറയുന്ന കസ്റ്റമർക്ക് നിങ്ങൾ ഗുഡ്സ് കടത്തിന് വിറ്റു. അപ്പോൾ AB എന്ന കസ്റ്റമറുടെ പേരിൽ ഒരു അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ആ AB എന്ന് പറയുന്ന കസ്റ്റമർ നിങ്ങളുടെ അസറ്റ് ലെഡ്ജറാണ്. ആൾ റിസീവബിൾ എമൗണ്ട് ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ലൈക്ക് ചിട്ടീസ് മ്യൂച്വൽ ഫണ്ട്. ഓക്കെ, നിങ്ങൾ കമ്പനിയുടെ സമ്പാദ്യം വളർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിട്ടിയിൽ കൂടി, KSFE ചിട്ടി, ഗോകുലം ചിട്ടി, അങ്ങനെ ചിട്ടിയിൽ ക്യാഷ് കൂടി. അപ്പോൾ മാസം മാസം നിങ്ങൾ കുറിപ്പൈസ കൊടുക്കേണ്ടി വരും, ചിട്ടി ക്യാഷ് കൊടുക്കേണ്ടി വരും. അത് കൊടുക്കുമ്പോൾ ചിലവാണെന്ന് തോന്നുമെങ്കിലും പിന്നീട് ചിട്ടി കിട്ടുമ്പോൾ അത് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കിട്ടാനുള്ള ഫണ്ടാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതും ചിട്ടി ക്യാഷ് നമുക്ക് കിട്ടാനുള്ള ഫണ്ടാണ്. അപ്പോൾ അതും അസറ്റാണ്. ആൾ റിസീവബിൾ എമൗണ്ട് ഫ്രം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ലൈക്ക് ബിൽഡിംഗ് ഡെപ്പോസിറ്റ്, ടെലിഫോൺ ഡെപ്പോസിറ്റ് എക്സെട്ര. അതായത് നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കേണ്ട ചില ഡെപ്പോസിറ്റുകളുണ്ട്. എക്സാമ്പിൾ, നിങ്ങൾ ഒരു കച്ചവട സ്ഥാപനം തുടങ്ങുകയാണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിൽഡിംഗ് ഇല്ല. അപ്പോൾ നിങ്ങൾ ഒരു ബിൽഡിംഗ് റെൻറ്റിന് എടുത്തു, മാസം മാസം റെൻറ്റ് കൊടുക്കണം. ആ ബിൽഡിംഗ് ഓണർ പറഞ്ഞു എല്ലാ മാസവും 10,000 രൂപ റെൻറ്റ് തരണം എന്ന്. അപ്പോൾ എല്ലാ മാസം 10,000 രൂപ റെൻറ്റ് കൊടുക്കണം. ആ മന്ത്ലി കൊടുക്കുന്ന ആ 10,000 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. പക്ഷേ അയാളുടെ ആ പ്രോപ്പർട്ടി നിങ്ങൾക്ക് റെൻറ്റിന് തരികയല്ലേ. അപ്പോൾ അത് നിങ്ങൾ ചിലപ്പോൾ ഒരു 4 മാസത്തെ റെൻറ്റ് മുടങ്ങി, 4 മാസത്തെ റെൻറ്റ് കൊടുക്കാൻ സാധിച്ചില്ല. പിന്നെ നിങ്ങൾ ആ റെൻറ്റ് കൊടുക്കാതെ അവിടുന്ന് ഒഴിഞ്ഞു പോയാൽ അത് ആ ബിൽഡിംഗ് ഓണർക്ക് നഷ്ടമായിരിക്കും 40,000 രൂപ. അപ്പോൾ ബിൽഡിംഗ് ഓണേഴ്സ് എല്ലാവരും എന്ത് ചെയ്യും? സ്റ്റാർട്ടിങ്ങിൽ ഒരു തുക, എക്സാമ്പിൾ 1 ലക്ഷമോ 2 ലക്ഷമോ, ഇപ്പോൾ എക്സാമ്പിൾ 1 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് റെൻ്റ് അഗ്രിമെൻ്റ് എഴുതിയ സമയത്ത് തന്നെ അഡ്വാൻസ് വാങ്ങി വെച്ച അയാൾ 1 ലക്ഷം രൂപ വാങ്ങി വെച്ചു. പക്ഷേ നിങ്ങൾ എല്ലാ മാസവും ആദ്യം മാസം മുതൽ തന്നെ റെൻറ്റ് കൊടുത്ത് തുടങ്ങണം. പിന്നീട് നിങ്ങൾ ആ ബിൽഡിങ്ങിൽ നിന്ന് മാറുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ 1 ലക്ഷം രൂപ ആ ബിൽഡിങ്ങിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന സമയത്ത് ആദ്യം കൊടുത്ത അഡ്വാൻസ് മുഴുവനായിട്ടും തിരിച്ചു കിട്ടും. നിങ്ങളൊരു 4 മാസത്തെ റെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ 1 ലക്ഷത്തിൽ നിന്ന് ആ 4 മാസത്തെ റെൻറ്റ് 10,000 × 4 40,000 രൂപ കുറച്ചിട്ട് അയാൾ തരുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന കെട്ടിവെക്കുന്ന ഈ 1 ലക്ഷം രൂപയാണ് ബിൽഡിംഗ് ഡെപ്പോസിറ്റ്, അല്ലെങ്കിൽ റെൻറ്റ് ഡെപ്പോസിറ്റ്, അല്ലെങ്കിൽ ഓഫീസ് ഡെപ്പോസിറ്റ്, അല്ലെങ്കിൽ ഷോപ്പ് ഡെപ്പോസിറ്റ്. ഇനി ഗോഡൗൺ വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബിൽഡിംഗ് ഓണർക്ക് ഗോഡൗൺ ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടി വരും. ഇതെല്ലാം ആ ബിൽഡിങ്ങിൽ നിന്ന് മാറുന്ന സമയത്ത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. ഓക്കെ അല്ലേ? അതുകൊണ്ട് അത് അസറ്റായിട്ടാണ് പരിഗണിക്കുന്നത്. അങ്ങനെ ടെലിഫോൺ കണക്ഷൻ വേണമെങ്കിൽ ടെലിഫോൺ ഡെപ്പോസിറ്റ്, വാട്ടർ കണക്ഷൻ വേണമെങ്കിൽ വാട്ടർ ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടി വരും കേട്ടോ. ഇതെല്ലാം അസറ്റാണ്. അടുത്തത് ഓൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ലൈക്ക് പ്രീപെയ്ഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ എംപ്ലോയീസ് ലോൺ. അഡ്വാൻസ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, അഡ്വാൻസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാലും പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അതായത് മന്ത്ലി വരുന്ന എക്സ്പെൻസുകൾ, മാസത്തിൽ ഒരു തവണ വരുന്ന എക്സ്പെൻസുകൾ, അതായത് റെൻറ്റ്, സാലറി, ഇലക്ട്രിസിറ്റി ബില്ല് അല്ലേ, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ബില്ല്, ഇതെല്ലാം ഡ്യൂ ആവുക, കൊടുക്കേണ്ട സമയം എന്ന് പറയുന്നത് ആ മാസം അവസാനമാണ്. ഇത് ജൂലൈ മാസമാണ്. ഈ ജൂലൈ മാസത്തെ റെൻറ്റ് കൊടുക്കേണ്ടത് ജൂലൈ 31-ാം തീയതിയാണ്. ഓക്കെ, ജൂലൈ 31-ാം തീയതിയാണ്. ആ കൊടുത്ത റെൻറ്റ് നമുക്ക് പിന്നീട് തിരിച്ച് കിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എല്ലാ മാസവും ഈ മാസം 31-ാം തീയതിയാണ് റെൻറ്റ് കൊടുക്കേണ്ടത്. പക്ഷേ ബിൽഡിംഗ് ഓണർക്ക് ചില ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു മാസം 15,000 രൂപയാണ് റെൻറ്റ് വരുന്നത്. അയാൾക്കൊരു 5,000 രൂപ മുൻകൂട്ടി വേണം എന്ന് പറഞ്ഞ അയാൾ. അപ്പോൾ ഇന്ന് ഡേറ്റ് 21-ാം തീയതി, റെൻറ്റ് കൊടുക്കേണ്ടത് 31-ാം തീയതി. ഇന്ന് 21-ാം തീയതി ആയിട്ടുള്ളൂ, റെൻറ്റ് കൊടുക്കേണ്ട സമയം ആയിട്ടില്ല. അപ്പോൾ ആ ബിൽഡിംഗ് ഓണർ നിങ്ങളുടെ കയ്യിൽ നിന്ന് 5,000 രൂപ മുൻകൂട്ടി വാങ്ങി, നിങ്ങൾ അയാൾക്ക് 5,000 രൂപ കൊടുത്തു. അപ്പോൾ ഇനി ഈ മാസം അവസാനം റെൻറ്റ് കൊടുക്കുമ്പോൾ ബാക്കി 10,000 കൊടുത്താൽ മതി. പക്ഷേ ഈ 5,000 നിങ്ങൾ ഇപ്പോൾ കൊടുക്കുമ്പോൾ അത് നിങ്ങൾ കൊടുക്കേണ്ട ഡേറ്റ് ആയിട്ടില്ല, അതിന് മുമ്പാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതിനെ റെൻറ്റ് എന്ന എക്സ്പെൻസ് ആയിട്ടല്ല പരിഗണിക്കുക, പകരം ഒരു അസറ്റായിട്ടാണ് പരിഗണിക്കുക. അതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രീപെയ്ഡ് റെൻറ്റ് എന്ന പേരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അഡ്വാൻസ് റെൻറ്റ്. അതുപോലെ സ്റ്റാഫിന് മന്ത് എൻഡ് ആവുന്നതിന് മുമ്പ് സാലറി സ്റ്റാഫ് ആവശ്യപ്പെട്ട് കൊടുക്കുകയാണെങ്കിൽ അത് അഡ്വാൻസ് സാലറി അല്ലെങ്കിൽ പ്രീപെയ്ഡ് സാലറി എന്ന് പേര് പറയും. ഓക്കെ അല്ലേ? ഇതെല്ലാം അസറ്റായിട്ട് പരിഗണിക്കും. അതുപോലെ തന്നെ നമ്മൾ ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമുക്ക് ബാധ്യതയാണ്, അത് തിരിച്ചടക്കേണ്ടി വരും. എന്നാൽ നമ്മൾ ആർക്കെങ്കിലും ലോൺ കൊടുത്താൽ നമുക്കത് അസറ്റാണ്, തിരിച്ച് കിട്ടും. എക്സാമ്പിൾ, സ്റ്റാഫിന്, നമ്മളെ എംപ്ലോയീസിന് ഒരു വലിയ എമൗണ്ടിൻ്റെ ആവശ്യമുണ്ട്, ഒരു 50,000 രൂപയുടെ ആവശ്യമുണ്ട്. അപ്പോൾ കമ്പനി എംപ്ലോയീസിന് ലോൺ കൊടുത്തു, 50,000 രൂപ നമ്മുടെ കമ്പനി എംപ്ലോയീസിന് ലോൺ കൊടുത്തു. എംപ്ലോയിനോട് പറഞ്ഞു, ഈ
ഈ 50,000 രൂപ നിങ്ങൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ സാലറിയിൽ നിന്ന് കുറയ്ക്കും അല്ലേ. ഒരു 10,000 രൂപ വെച്ചിട്ട് 5 മാസത്തെ സാലറിയിൽ നിന്ന് കുറയ്ക്കും എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ. അപ്പോൾ ഈ എംപ്ലോയീസിന് കൊടുക്കുന്ന ലോണ് സംഗതി നമ്മൾ ലോൺ അവർക്ക് പേയ്മെൻറ്റ് കൊടുത്തു, അത് എക്സ്പെൻസ് അല്ല, അത് ഇങ്ങോട്ട് തിരിച്ച് കിട്ടാനുള്ളതാണ്. അവരെ സാലറിയിൽ നിന്നും നമ്മളത് കുറക്കും. അതുകൊണ്ട് എംപ്ലോയീസിന് കൊടുക്കുന്ന ലോണും അസറ്റായിട്ടാണ് പരിഗണിക്കുന്നത്. ഓൾ ട്രേഡ് മാർക്ക് ആൻഡ് പാറ്റൻറ്റ്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്, ലോഗോ അത് മറ്റാരും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ട്രേഡ് മാർക്ക് ഓഫ് ഇന്ത്യയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യും. അത് സ്ഥാപനത്തിൻ്റെ അസറ്റായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് സ്ഥാപനത്തിൻ്റെ അസറ്റ് ലെഡ്ജറിൽ ഉൾപ്പെടുത്താവുന്നത്. നെക്സ്റ്റ്, ലയബിലിറ്റി ലെഡ്ജർ. ലയബിലിറ്റി മീൻസ് ബാധ്യത, നമ്മൾ കൊടുത്തു തീർക്കാനുള്ള ഫണ്ട്, അതാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ലോണുകൾ. നിങ്ങൾ ബാങ്കിൽ നിന്നായിക്കോട്ടെ, എവിടെ നിന്നായിക്കോട്ടെ, ബാങ്കിൽ നിന്നായിക്കോട്ടെ, മൈക്രോ ഫിനാൻസ് ആയിക്കോട്ടെ, വ്യക്തികളുടെ കയ്യിൽ നിന്നായിക്കോട്ടെ, ബിസിനസ്സിലേക്ക് ക്യാഷ് കടം വാങ്ങിയാൽ അതൊരു ലയബിലിറ്റിയാണ്. അതാണ് ലോണുകൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ലോണുകൾ അത് ലയബിലിറ്റിയാണ്. കാരണം അത് തിരിച്ചടയ്ക്കേണ്ടി വരും. അത് ഷോർട്ട് ടേം ലോണുകളുണ്ട്, ലോങ് ടേം ലോണുകളുണ്ട്. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ കൊടുത്തു തീർക്കേണ്ട ലോണുകൾ ഷോർട്ട് ടേം ലോണെന്നും, ചില ലോണുകൾ ഒരു വർഷം കൊണ്ട് അടച്ചു തീർക്കാൻ സാധിക്കില്ല, അതിനെ ലോങ് ടേം ലോണുകൾ എന്നും പേര് പറയും. അടുത്തത്, എമൗണ്ട് പേയബിൾ ടു സപ്ലയർ കോൾഡ് ക്രെഡിറ്റേഴ്സ്. നമ്മൾ സപ്ലയർക്ക് കൊടുക്കാനുള്ള ക്യാഷ്. നിങ്ങൾ ഒരു മൊബൈൽ ഷോപ്പാണ് നടത്തുന്നത്, മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ഷോപ്പാണ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഗുഡ്സ്, നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് കസ്റ്റമർക്ക് കൊടുക്കാനുള്ള ഗുഡ്സ്, മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ, ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുന്നു. അതിൻ്റെ പർച്ചേസ് ചെയ്തപ്പോൾ അത് XYZ എന്ന് പറയുന്ന സപ്ലയറുടെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ XYZ എന്ന സപ്ലയറുടെ പേരിൽ ഒരു അക്കൗണ്ട് ലെഡ്ജർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഒരു ലയബിലിറ്റി ആയിട്ടാണ് കാണിക്കുക. അങ്ങനെ നിങ്ങൾ ക്യാഷ് കൊടുക്കാനുള്ള പാർട്ടി ലെഡ്ജേഴ്സിനെ പറയുന്ന പേരാണ് സൺട്രി ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് പേയബിൾ എന്നും പേര് പറയും. ഓക്കെ അല്ലേ. ബിസിനസ് സ്ഥാപനം ആർക്കൊക്കെയാണോ ക്യാഷ് കൊടുക്കാനുള്ളത് അവരെയാണ് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ്, ഫിക്സഡ് അസറ്റ് എല്ലാം ആരാണോ കടത്തിന് തരുന്നത് അവരാണ് സൺട്രി ക്രെഡിറ്റേഴ്സ്. നെക്സ്റ്റ്, അൺപെയ്ഡ് എക്സ്പെൻസ് ആഫ്റ്റർ പേയ്മെൻറ്റ് ഡേറ്റ് കാൾഡ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അതായത് ഇപ്പോൾ റെൻറ്റ് കൊടുക്കേണ്ടത് അല്ലേ, റെൻറ്റ് കൊടുക്കേണ്ടത് ഈ മാസം ജൂലൈ മാസത്തെ റെൻറ്റ് കൊടുക്കേണ്ടത് ജൂലൈ മാസം 31-ാം തീയതിയാണ്. അന്നത് എക്സ്പെൻസ് ലെഡ്ജറാണ്. വെറും റെൻറ്റ് അതൊരു എക്സ്പെൻസ് ലെഡ്ജറാണ്. എന്നാൽ അത് 21-ാം തീയതി മുൻകൂട്ടി കൊടുത്തപ്പോൾ അത് അസറ്റായി മാറി, അഡ്വാൻസ് റെൻ്റായി മാറി, അല്ലെങ്കിൽ പ്രീപെയ്ഡ് റെൻ്റായി മാറി, അസറ്റായി മാറി. എന്നാൽ അത് 31-ാം തീയതി ആയിട്ടും കൊടുക്കേണ്ട ഡേറ്റ് ആയിട്ടും കൊടുത്തിട്ടില്ലെങ്കിൽ അതൊരു ലയബിലിറ്റി ആയി മാറും. അപ്പോൾ അത് എമൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് അല്ലെങ്കിൽ റെൻറ്റ് പേയബിൾ എന്ന അക്കൗണ്ടിലാണ് അത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ക്രെഡിറ്റ് കാർഡ് അലോഡ് ബൈ ബാങ്ക്. നിങ്ങൾക്ക് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരു ലയബിലിറ്റി ആയിട്ട് തന്നെ കാണിക്കണം. നെക്സ്റ്റ് ക്യാപിറ്റൽ ലെഡ്ജർ. എന്താണ് ക്യാപിറ്റൽ ലെഡ്ജർ? ഞാനാണ് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഓണർ. അപ്പോൾ ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക്, നിങ്ങൾ ആ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടൻറ്റ്, സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ഞാൻ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു 10 ലക്ഷം രൂപ. ആ 10 ലക്ഷം ബിസിനസ്സായ നിങ്ങളുടെ കയ്യിലേക്ക് തന്നു. നിങ്ങൾ ആ ക്യാഷ് എനിക്ക് തിരിച്ചു തരണം വിത്ത് പ്രോഫിറ്റ് സഹിതം. ഓക്കെ, അപ്പോൾ ഞാൻ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ആ 10 ലക്ഷം നിങ്ങൾ ക്യാപിറ്റൽ അല്ലേ, എൻ്റെ പേര് മുഹമ്മദ് ആണെങ്കിൽ മുഹമ്മദ് ക്യാപിറ്റൽ എന്ന പേരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ഔട്ട്സൈഡേഴ്സ് അല്ല, മുഹമ്മദ് ക്യാപിറ്റൽ എന്ന പേരിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടാണ്, ലോങ് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ഒരാൾ ഓണറായിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ അവിടെ ഓണറുടെ പേര് മുജീബാണെങ്കിൽ മുജീബാണ് നിങ്ങളുടെ കയ്യിലേക്ക് ക്യാഷ് തന്നതെങ്കിൽ മുജീബ് ക്യാപിറ്റൽ എന്ന പേരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇനി പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ 2 അതിൽ കൂടുതലോ പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരാൾ 10 ലക്ഷം തന്നു, ഒരാൾ 20 ലക്ഷം തന്നു അല്ലേ. എ 10 ലക്ഷം തന്നു, ബി 20 ലക്ഷം തന്നു. അപ്പോൾ എസ് ക്യാപിറ്റൽ 10 ലാക്ക്, ബീസ് ക്യാപിറ്റൽ 20 ലാക്ക് എന്ന പേരിലൊക്കെ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇനി ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ
കോമൺ ക്യാപിറ്റൽ അല്ലെങ്കിൽ പ്രിഫറൻസ് ക്യാപിറ്റൽ എന്ന പേരിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട്. നെക്സ്റ്റ്, ഇൻകം ഓർ റവന്യൂ. ഇൻകം റവന്യൂ എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ വരുമാനങ്ങൾ, ഏണിങ്സ് അല്ലേ. ഏണിങ്സ് അക്കൗണ്ടുകൾക്ക് പറയുന്ന പേരാണ് എന്ത്? ഇൻകം ഓർ റവന്യൂ. ഒരു ട്രേഡിംഗ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അവർക്ക് നോർമലി മെയിനായിട്ട് വരുന്ന ഒരൊറ്റ ഏണിങ്സ് അക്കൗണ്ടേ ഉള്ളൂ, സെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളൊരു മൊബൈൽ ഷോപ്പ് അല്ലെങ്കിൽ മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടറിൻ്റെ ഷോറൂമാണ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് കസ്റ്റമേഴ്സിന് ഡെയിലി നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഹോൾസെയിലായിട്ടായിക്കോട്ടെ റീറ്റെയിലായിട്ടായിക്കോട്ടെ സെയിൽ ചെയ്യുന്നുണ്ട്. അതാണ് സെയിൽസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നിങ്ങൾ മൊബൈൽ വിറ്റു, അല്ലെങ്കിൽ ഒരു മൊബൈൽ വിറ്റു, അല്ലെങ്കിൽ ഒരു മൊബൈൽ സെയിൽ ചെയ്തു, അല്ലെങ്കിൽ 10 മൊബൈൽ സെയിൽ ചെയ്തു. അപ്പോൾ നിങ്ങൾ മൊബൈൽ എന്ന പേരിലല്ല അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, സെയിൽസ്, ഇത്ര രൂപയുടെ സെയിൽസ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ആ സെയിൽസ് പലതരത്തിൽ നടക്കാം. എക്സാമ്പിൾ, ടാക്സ് ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യാം. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ അവിടെ ടാക്സബിൾ പ്രൊഡക്റ്റും ടാക്സ് ഇല്ലാത്ത പ്രൊഡക്റ്റുകളും ഉണ്ടാവും. അത് സെപ്പറേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അത് ഓരോന്നും സെയിൽ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എക്സാമ്പിൾ, ടാക്സ് ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ, വെജിറ്റബിൾസ് ഒക്കെ സെയിൽ ചെയ്യുമ്പോൾ സെയിൽസ് എക്സംപ്റ്റ് എന്ന പേരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സെയിൽസ് നിൽ റേറ്റ് എന്ന പേരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ ടാക്സബിൾ പ്രൊഡക്റ്റ് ആണെങ്കിൽ അതും സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യണം. എക്സാമ്പിൾ, 5% 5% GST ഉള്ള പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ സെയിൽസ് അറ്റ് 5, അല്ലെങ്കിൽ സെയിൽസ് അറ്റ് 12, സെയിൽസ് അറ്റ് 28, 18 എന്ന പേരിൽ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതുമാത്രമല്ല, മറ്റ് സംസ്ഥാനത്തിലേക്കാണ് നിങ്ങൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നതെങ്കിൽ ഇൻ്റർ സ്റ്റേറ്റ് സെയിൽസ് എന്ന പേരിൽ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ വേറെ രാജ്യത്തേക്ക് പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ സെയിൽസ് എക്സ്പോർട്ട് എന്ന പേരിൽ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, എന്തിന്? വിറ്റ സാധനം മടങ്ങി വന്നു കഴിഞ്ഞാൽ സെയിൽസ് റിട്ടേൺ എന്ന പേരിലും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? കേട്ടോ, ഇതുകൂടാതെ അഡീഷണൽ ഇൻകംസും വരും കമ്പനിക്ക്. പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നതല്ലാതെ അഡീഷണൽ ഇൻകവും വരും. ഓക്കെ, അതാണ് റെൻറ്റ് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ് എന്നൊക്കെ. എക്സാമ്പിൾ, നിങ്ങൾ മൊബൈൽ ഷോപ്പ് ആണ് നടത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത്, നിങ്ങൾ സാംസങ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മൊബൈൽ വിറ്റു. അപ്പോൾ അതിനെ സെയിൽസ് എന്ന പേരിലാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ സാംസങ് എന്ന കമ്പനിയുടെ മൊബൈൽ വിറ്റ് കഴിഞ്ഞാൽ ആ സാംസങ് കമ്പനി അവർ നിങ്ങൾക്ക് കമ്മീഷൻ തരാൻ ചാൻസ് ഉണ്ട്, കമ്മീഷൻ തരും. ഓക്കെ അല്ലേ? അപ്പോൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ സപ്ലയറുടെ പ്രൊഡക്റ്റ് കൂടുതലായിട്ട് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെയിൽ ചെയ്യാൻ വേണ്ടി നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ആ സപ്ലയർ നിങ്ങൾക്ക് കമ്മീഷൻ തരും. അതും നിങ്ങളുടെ ഇൻകമാണ്, കമ്മീഷൻ റിസീവ്ഡ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളൊരു കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് വിറ്റു, 1,00,000 രൂപയ്ക്ക് വിറ്റു. 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ക്യാഷ് തരണം എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ ആ കസ്റ്റമർ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് തരാനുള്ളതിൻ്റെ 1,00,000 തരാനുണ്ടെങ്കിൽ അതിൻ്റെ മേലിൽ ഒരു 10% ഇൻട്രസ്റ്റ് അവരെ കയ്യിൽ നിന്ന് പിടിക്കാം. അപ്പോൾ ആ ഇൻട്രസ്റ്റ് നിങ്ങൾക്കൊരു ഇൻകമാണ്. കസ്റ്റമർ കയ്യിൽ നിന്ന് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഒരു ഇൻകമാണ്. അതാണ് ഇൻട്രസ്റ്റ് റിസീവ്ഡ്. നെക്സ്റ്റ്, അടുത്തത് എക്സ്പെൻസ് ഓർ എക്സ്പെൻഡിച്ചർ. എക്സ്പെൻസ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ, ചെലവുകൾ. ഒരു സ്ഥാപനത്തിൻ്റെ എക്സ്പെൻസ് ലെഡ്ജറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എക്സ്പെൻസ് ലെഡ്ജേഴ്സ്, അതായത് ഒരു കമ്പനിയുടെ മെയിൻ എക്സ്പെൻസ് പ്രൊഡക്റ്റ് വാങ്ങുവാനോ, ഇപ്പോൾ ഒരു ട്രേഡിംഗ് സ്ഥാപനമാണെങ്കിൽ അവിടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? അതൊരു മെയിൻ എക്സ്പെൻസ് ആണ്. അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് സ്ഥാപനമാണെങ്കിൽ ആ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വരുന്ന വേജസ്, മറ്റ് ലേബർ കോസ്റ്റ്, ഇലക്ട്രിസിറ്റി ചാർജ്, അതൊക്കെ അവിടുത്തെ എക്സ്പെൻസ് ലെഡ്ജറുകളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഗുഡ്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാം. അതിൽ പർച്ചേസ് എക്സംപ്റ്റ് ഉണ്ടായിരിക്കാം, ടാക്സബിൾ ഉണ്ടായിരിക്കാം, ഇൻട്രസ്റ്റേറ്റ് പർച്ചേസ് ഉണ്ടായിരിക്കാം, പർച്ചേസ് ഇമ്പോർട്ട് ഉണ്ടായിരിക്കാം. ഓക്കെ അല്ലേ? ഇതെല്ലാം കമ്പനിയുടെ എക്സ്പെൻസുകളാണ്. അതുപോലെ തന്നെ ഈ പർച്ചേസ് ചെയ്ത ഗുഡ്സ് കൊണ്ടുവരാൻ ചരക്ക് കൂലി, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൊടുക്കേണ്ടി വരും, അത് എക്സ്പെൻസാണ്. അൺലോഡിങ് ചാർജ് കൊടുക്കേണ്ടി വരും, എക്സ്പെൻസാണ്. ഇനി പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ലേബേഴ്സിന് വേജസ് കൊടുക്കേണ്ടി വരും, എക്സ്പെൻസ് ലെഡ്ജറാണ്. ഓഫീസിലെ സ്റ്റാഫിന് മന്ത്ലി സാലറി കൊടുക്കേണ്ടി വരും, എക്സ്പെൻസാണ്. ബിൽഡിംഗ് ഓണർക്ക് റെൻറ്റ് കൊടുക്കേണ്ടി വരും, എക്സ്പെൻസാണ്. ടെലിഫോൺ ചാർജ് എക്സ്പെൻസാണ്. മറ്റ് ഓഫീസിലെ സ്റ്റാഫിന് ടീ ആൻഡ് കോഫി, ഓഫീസിൽ ഡെയിലി ടീ ആൻഡ് കോഫി എക്സ്പെൻസ് വരും, അതൊക്കെ ഓഫീസ് എക്സ്പെൻസ് എന്ന പേരിൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഓഫീസിലേക്ക് പെന്ന്, പേന, പെൻസിൽ ഇങ്ങനത്തെ ഐറ്റംസ് വാങ്ങും. അതൊക്കെ പെൻ എന്ന ലെഡ്ജർ, അല്ലെങ്കിൽ പേപ്പർ എന്ന ലെഡ്ജർ, അല്ലെങ്കിൽ A4 പേപ്പർ എന്ന ലെഡ്ജർ അങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ട. അതിന് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി അല്ലെങ്കിൽ സ്റ്റേഷനറി എന്ന പേരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി.
ഓക്കെ അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്, അതായത് ഓട്ടോയിൽ യാത്ര ചെയ്യും, കമ്പനി ആവശ്യത്തിന് സ്റ്റാഫ് ഓട്ടോയിൽ യാത്ര ചെയ്തു, അല്ലെങ്കിൽ ടാക്സിയിൽ യാത്ര ചെയ്തു, അതിനൊക്കെ ഒരൊറ്റ അക്കൗണ്ട് മതി, ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന പേരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഇതെല്ലാം കമ്പനിയുടെ എക്സ്പെൻസ് ലെഡ്ജറാണ്. ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട എക്സ്പെൻസ് ലെഡ്ജർ മറ്റേതുണ്ട്, നമുക്ക് മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്ന് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ അത് ഇൻകമാണ്, അല്ലെങ്കിൽ അതേപോലെ കസ്റ്റമർക്ക് നമ്മൾ ഡിസ്കൗണ്ട് അനുവദിച്ച് കൊടുക്കുമ്പോൾ അത് നമുക്ക് എക്സ്പെൻസ് ആണ്, ഡിസ്കൗണ്ട് അലൗഡ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുറച്ച് ലെഡ്ജേഴ്സ് തന്നിട്ടുണ്ട് കണ്ടോ, മുഹമ്മദ് ക്യാപിറ്റൽ. ഓക്കെ, മുഹമ്മദ് ക്യാപിറ്റൽ ഇത് എന്ത് ടൈപ്പ് ലെഡ്ജറാന്ന് നമുക്കിവിടെ ഫില്ല് ചെയ്യാം. ഓക്കെ അല്ലേ? മുഹമ്മദ് ക്യാപിറ്റൽ അല്ലേ? ഇപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ലെഡ്ജറാണ്? കണ്ടോ, ഇതിലേതാ? അസറ്റ്സ് ആണോ, ലയബിലിറ്റി ആണോ, ക്യാപിറ്റൽ ലെഡ്ജറാണോ, ഇൻകം ലെഡ്ജറാണോ, എക്സ്പെൻസ് ലെഡ്ജറാണോ? മുഹമ്മദ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മുഹമ്മദാണ് നമ്മുടെ കമ്പനിയുടെ ഓണർ. അയാൾ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷാണ്. ഓക്കെ, അയാൾ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷാണ്. ഓക്കെ, അപ്പോൾ മുഹമ്മദ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ ലെഡ്ജറാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതണം? മുഹമ്മദ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ ലെഡ്ജറാണ്. ഓക്കെ, അതുപോലെ ഞാൻ മറ്റൊരു അക്കൗണ്ട് പറയാം, മുഹമ്മദ് അല്ലെങ്കിൽ SBI CA അക്കൗണ്ട്. SBI CA എന്ന് പറഞ്ഞാൽ SBI കറൻറ്റ് അക്കൗണ്ട്. ഓക്കെ, SBI കറൻറ്റ് അക്കൗണ്ട് പറഞ്ഞാൽ നമ്മൾക്ക് SBI ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ക്യാഷ്. അപ്പോൾ SBI കറൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നോക്കുക, ഇതിലേതാ? അസറ്റ്സ് ആണോ, അത് കമ്പനിയുടെ ആസ്തിയാണോ, ലയബിലിറ്റി ആണോ, ക്യാപിറ്റലാണോ, ഇൻകം ആണോ, എക്സ്പെൻസ് ആണോ? SBI ബാങ്കിൽ നമ്മൾ നിക്ഷേപിച്ച ക്യാഷ്, അത് നമ്മുടെ ക്യാഷ് അല്ലേ, അത് നമ്മുടെ അസറ്റാണ്. അപ്പോൾ നിങ്ങളിവിടെ എന്ത് ചെയ്യണം? അതൊരു അസറ്റ് ലെഡ്ജർ ആണെന്ന് ഇവിടെ എഴുതണം. അതുപോലെ ക്യാഷ് അക്കൗണ്ട്, കമ്പനിയിലുള്ള ക്യാഷ് ഏതാ? ഇവിടെ നമ്മൾ അതേതാ? അതും ഒരു അസറ്റ്സ് ലെഡ്ജറാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അത് ഇവിടെ നിങ്ങൾ എഴുതണം, അസറ്റ്സ്. അതുപോലെ മറ്റൊരു ഓഫീസ് അല്ലെങ്കിൽ ഓഫീസ് എക്സ്പെൻസ്, ഓഫീസിൽ വന്ന ചിലവുകൾ. ഓക്കെ അല്ലേ? ചെറിയ ചെറിയ ചിലവുകൾ, ഓഫീസ് എക്സ്പെൻസ്. ആ പേരിൽ തന്നെ ഉണ്ട്, അതെന്താണ്? അതൊരു എക്സ്പെൻസ് ലെഡ്ജറാണ്. ഓക്കെ, അതൊരു എക്സ്പെൻസ് ലെഡ്ജറാണ്. അപ്പോൾ നിങ്ങളിവിടെ എഴുതണം എക്സ്പെൻസ്. ഓക്കെ, ഇങ്ങനെ ഞാൻ ഈ ഫയൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഫയൽ ഞാൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ പറയുന്ന ഓരോ ലെഡ്ജറും, ഒരു 60-50ഓളം ലെഡ്ജർ ഇതിലുണ്ട് തോന്നുന്നു, ഈ ഓരോ ലെഡ്ജറിൻ്റെയും അക്കൗണ്ട് ടൈപ്പ് എഴുതി വെക്കുക. ഇപ്പോൾ മുഹമ്മദ് ക്യാപിറ്റൽ ഏതാണ്, ഇങ്ങനെ എഴുതി വെക്കുക. അതുപോലെ തന്നെ പിന്നെ അതുപോലെ ഈ എല്ലാ അക്കൗണ്ടുകളും ഏതൊക്കെ ടൈപ്പ്, 5 ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന് ഇവിടെ എഴുതി വെക്കുക. അതിനുശേഷം ഈ അക്കൗണ്ട് ഗ്രൂപ്പുകൾ, ഈ ലെഡ്ജറുകൾ എങ്ങനെയാണ് ടാലി സോഫ്റ്റ്വെയറിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? ഈ ടാലി ഗ്രൂപ്പ് എഴുതരുത്, അത് ഞാൻ പിന്നീട് പഠിപ്പിക്കാം. നെക്സ്റ്റ് ടോപ്പിക് അതാണ് ടാലി ഗ്രൂപ്പ്. ഇപ്പോൾ ഓരോ ലെഡ്ജറും അത് എന്ത് ടൈപ്പ് ലെഡ്ജർ ആണെന്ന് ഇവിടെ എഴുതിയാൽ മതി. ഓക്കെ, അതിൽ ആ ലെഡ്ജറുകൾ എഴുതുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതിൽ ഞാൻ ചില ലെഡ്ജർ സ്റ്റാർ മാർക്ക് ഇട്ടിട്ടുണ്ട്. എക്സാമ്പിൾ മുഹമ്മദ് ഡ്രോയിങ്സ്, അതുപോലെ തന്നെ പർച്ചേസ് റിട്ടേൺ, അതുപോലെ സെയിൽസ് റിട്ടേൺ, അതേപോലെ ടാക്സുകൾ. ഓക്കെ, ടാക്സുകൾ അത് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം, അത് എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ മുഹമ്മദ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ്. ഇപ്പോൾ എക്സാമ്പിൾ ഞാനാണ് ഓണർ, ഞാനാണ് മുഹമ്മദ്, നിങ്ങൾ കമ്പനി, നിങ്ങൾ അക്കൗണ്ടൻറ്റ്, അതായത് നിങ്ങളാണ് കമ്പനി, സ്ഥാപനം. അപ്പോൾ ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് 1 ലക്ഷം രൂപ തന്നു, ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എന്താ, ക്യാഷ് എനിക്ക് തരാനുണ്ട്. അപ്പോൾ നിങ്ങളത് മുഹമ്മദ് ക്യാപിറ്റൽ എന്ന പേരിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? മുഹമ്മദ് ക്യാപിറ്റൽ എന്ന പേരിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ആ 1 ലക്ഷത്തിൽ നിന്ന് എനിക്ക് പിന്നീട് നിങ്ങൾ സ്ഥാപനം നടത്തിക്കൊണ്ട് പോവുകയാണ്, എൻ്റെ ആ 1 ലക്ഷം വെച്ചിട്ട് നിങ്ങൾ ബിസിനസ് നടത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ പിന്നീട് എനിക്കൊരു 10,000 രൂപയുടെ പേഴ്സണൽ ആവശ്യമുണ്ട് എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ ആ 1 ലക്ഷം രൂപ, ഞാനൊരു 10,000 രൂപ ബിസിനസ്സിൽ നിന്ന് എടുത്തു, നിങ്ങൾ എനിക്ക് തന്നു, 10,000 രൂപ തന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ പേരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, അവിടെ മറ്റൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ബിസിനസ്സിലേക്ക് ഇറക്കിയ ക്യാഷ് അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് തരാനുള്ള ക്യാഷ്, ആ 1 ലക്ഷം നിങ്ങൾ മുഹമ്മദ് ഡ്രോയിങ്സ് എന്ന പേരിൽ മുഹമ്മദ് ക്യാപിറ്റൽ എന്ന പേരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത ബിസിനസ്സിൽ നിന്ന് ഞാൻ എടുത്ത ക്യാഷ്,
ഓക്കെ, അത് മുഹമ്മദ് ഡ്രോയിങ്സ് എന്ന പേരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, മുഹമ്മദ് ഡ്രോയിങ്സ്. അപ്പോൾ എന്താണ് ഡ്രോയിങ്സ് അക്കൗണ്ട്? കമ്പനി ഓണർ അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്ത ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് വാല്യൂ ഉള്ള റിസോഴ്സ്, അതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പേര് പറയുക. അപ്പോൾ ഈ ഡ്രോയിങ്സ് വന്നു കഴിഞ്ഞാൽ ഇതിലേതാണ് അക്കൗണ്ട് ടൈപ്പ് എഴുതുക? ഡ്രോയിങ്സ് ഒരു അസറ്റാണോ, ലയബിലിറ്റി ആണോ, ക്യാപിറ്റലാണോ, ഇൻകം ആണോ, എക്സ്പെൻസ് ആണോ? അപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ചിലർ അസറ്റായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, തെറ്റല്ല. അത് ഏറ്റവും നല്ലത് നമുക്ക് എന്താണ്, ആ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാം: ഡിഡക്റ്റ് ഫ്രം ക്യാപിറ്റൽ, അയാൾക്ക് കൊടുക്കാനുള്ള ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കും. അതായത് ഒരു എക്സാമ്പിൾ നോക്കുക. നമ്മുടെ കമ്പനിയുടെ ഓണർ ആയ മുഹമ്മദ് നമ്മളെ കമ്പനിയിലേക്ക് 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു ക്യാപിറ്റലായിട്ട്. അപ്പോൾ ആ ക്യാഷിനെ നമ്മൾ മുഹമ്മദ് ക്യാപിറ്റൽ എന്ന അക്കൗണ്ടിലേക്കാണ് കാണിച്ചത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, അയാൾ ഈ വർഷം ഒരു 10,000 രൂപ അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് കമ്പനിയിൽ നിന്ന് പിൻവലിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് മുഹമ്മദ് ഡ്രോയിങ്സ് എന്ന പേരിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ആ 10,000 നമ്മൾ എന്താ കാണിക്കുക? അയാൾക്ക് കൊടുക്കാനുള്ള 1,00,000 രൂപ ക്യാപിറ്റലിൽ നിന്ന് നിങ്ങൾക്കത് കുറയ്ക്കാം. ഓക്കെ അല്ലേ? കുറയ്ക്കാം. അപ്പം അങ്ങനെ ആകുമ്പോൾ അയാളുടെ നെറ്റ് ക്യാപിറ്റൽ അല്ലേ, ഓണേഴ്സിന് കൊടുക്കാനുള്ള നെറ്റ് ക്യാപിറ്റൽ എത്രയേ ഉള്ളൂ? മുഹമ്മദ് എന്ന ലെഡ്ജറിൻ്റെ മുഹമ്മദ്സ് ക്യാപിറ്റൽ അല്ലേ, മുഹമ്മദ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എത്ര ബാലൻസ് വരുന്നത്? ഇനി ബാക്കി 90,000 രൂപയേ ഉണ്ടാകുകയുള്ളൂ. ഓക്കെ, അയാൾക്ക് കൊടുക്കാനുള്ള ക്യാപിറ്റലിൽ നിന്ന് അയാൾ പിൻവലിച്ച ക്യാഷ് ഡ്രോയിങ്സ് അക്കൗണ്ട് നമ്മൾ കുറച്ചു. ഓക്കെ, അപ്പോൾ ഡ്രോയിങ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതണം? ഡ്രോയിങ്സിൻ്റെ കോളത്തിൽ ഇങ്ങനെ എഴുതാം: ഡിഡക്റ്റ് ഫ്രം ക്യാപിറ്റൽ. ഓക്കെ, അതുപോലെ മറ്റൊരു അക്കൗണ്ട് ഞാനിവിടെ പറഞ്ഞു തരാം, സ്റ്റാർ മാർക്കുള്ളത്, പർച്ചേസ് റിട്ടേൺ. ഓക്കെ, പർച്ചേസ് റിട്ടേൺ കണ്ടോ? ഇവിടെ ഈ കമ്പനി 12% ടാക്സുള്ള ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടാണ് പർച്ചേസ് അറ്റ് 12%. പർച്ചേസ് അറ്റ് 12%. വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ കണക്ക് വേറെ കിട്ടണം. അപ്പോൾ അതെല്ലാം സേവ് ചെയ്യുക. ഇൻട്രസ്റ്റേറ്റ് പർച്ചേസ് അറ്റ് 12. ഓക്കെ അല്ലേ? അതുപോലെ ഇവിടെ ഈ കമ്പനി പർച്ചേസ് റിട്ടേൺ എന്ന പേരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു പർച്ചേസ് റിട്ടേൺ എന്ന പേരിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഈ 12% ടാക്സുള്ള ഗുഡ്സ്, ഇപ്പോൾ ഒരു വർഷത്തിൽ 12% ടാക്സുള്ള ഗുഡ്സ് ഒരു 1,00,000 രൂപയുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഒരു പ്രോഡക്റ്റ് ഡാമേജ് ആയിട്ട്, ആ 12% ടാക്സുള്ള ഒരു പ്രോഡക്റ്റ്, ഒരു 1,000 രൂപയുടെ പ്രോഡക്റ്റ് എന്ത് ചെയ്തു? ഡാമേജ് ആയിട്ട് നമ്മൾ ആ സപ്ലയർക്ക് തന്നെ മടക്കി കൊടുത്തു എന്ന് വിചാരിക്കുക, തിരിച്ചു കൊടുത്തു. അപ്പോൾ മടക്കി കൊടുത്ത ട്രാൻസാക്ഷൻ 1,000 രൂപയ്ക്ക് മറ്റൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, പർച്ചേസ് റിട്ടേൺ എന്ന്. ഓക്കെ അല്ലേ? പർച്ചേസ് റിട്ടേൺ. ഓക്കെ, അപ്പോൾ ആ പർച്ചേസ് റിട്ടേൺ ഏതാ ടൈപ്പ്? അസറ്റ്സ് ആണോ, ലയബിലിറ്റി ആണോ, ഇൻകം ആണോ, എക്സ്പെൻസ് ആണോ? പർച്ചേസ് റിട്ടേൺ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ പർച്ചേസ് അറ്റ് 12% 1,00,000 ഉണ്ട്, അതിൽ നിന്ന് കുറച്ചാൽ മതി. ഓക്കെ അല്ലേ? ആ അക്കൗണ്ട് കേട്ടോ. അപ്പോൾ പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്താ നമ്മൾ ചെയ്യുക? ഡിഡക്റ്റ് ഫ്രം സെയിം പർച്ചേസ് അക്കൗണ്ട്. ഓക്കെ അല്ലേ? ആ പർച്ചേസ് അക്കൗണ്ട് നമ്മൾ കുറയ്ക്കും. അങ്ങനെയാണെങ്കിൽ കണ്ടോ, ഇവിടെ സെയിൽസ് അറ്റ് 12% ഉണ്ട്. അപ്പോൾ സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ വിറ്റ് സാധനം മടങ്ങി വരിക. ഓക്കെ അല്ലേ? അപ്പോൾ ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ സെയിൽസ് അക്കൗണ്ട് ഉണ്ടാക്കണം. വിറ്റ് സാധനം മടങ്ങി വന്നാൽ അത് വേറെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ ബാലൻസ് അതിലേക്ക് മാറ്റണം. ഓക്കെ, ആ അക്കൗണ്ടാണ് സെയിൽസ് റിട്ടേൺ. ഓക്കെ അല്ലേ? അപ്പോൾ ഗുഡ്സ് വിറ്റത് തിരിച്ചു വന്നാൽ ക്രിയേറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് സെയിൽസ് റിട്ടേൺ. അത് നമ്മൾ എന്ത് ചെയ്യണം? സെയിൽസ് നിന്ന് കുറച്ചാൽ മതി. ഡിഡക്റ്റ് ഫ്രം സെയിൽസ്. ഓക്കെ അല്ലേ? അതുപോലെ മറ്റ് അക്കൗണ്ടുകളാണ് ടാക്സുകൾ അല്ലേ? നിങ്ങൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ടാക്സ്, നിങ്ങൾ സ്ഥാപനമാണ്, നിങ്ങൾ പ്രോഡക്റ്റ് സെയിൽ ചെയ്തപ്പോൾ നിങ്ങൾ ഒരു 1,000 രൂപയുടെ പ്രോഡക്റ്റ് കസ്റ്റമർക്ക് വിറ്റു, അല്ലെങ്കിൽ 10,000 രൂപയുടെ പ്രോഡക്റ്റ് കസ്റ്റമർക്ക് വിറ്റു. നിങ്ങൾക്ക് വരുമാനമുണ്ട്. നിങ്ങൾക്കുണ്ടാകുന്ന വരുമാനത്തിൻ്റെ മുകളിൽ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കേണ്ടി വരും. ആ ടാക്സ് GST
ആ GST എന്ന് പറയുന്ന ടാക്സ് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് അടയ്ക്കേണ്ട നോർമൽ കേസിൽ. ഓക്കെ അല്ലേ? നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കൊടുക്കേണ്ട. ഓക്കെ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ ടാക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്ലസ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങാം. അപ്പോൾ നിങ്ങൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് എത്ര വാങ്ങും? 10,000 പ്ലസ് അതിൻ്റെ 5% ടാക്സുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ 500. 10,000-ൻ്റെ 5% 500. 10,500 വാങ്ങും. 10,000 നിങ്ങളുടെ സെയിൽസ് അക്കൗണ്ടിലേക്കും 500 ഏത് അക്കൗണ്ടിലേക്കും പോകും? ആ 10,000 നിങ്ങളുടെ സെയിൽസ് അക്കൗണ്ടിലേക്ക് പോകും. ഓക്കെ അല്ലേ? ബാക്കി 500 ഏത് അക്കൗണ്ടിലേക്ക് പോകണം? GST അക്കൗണ്ടിലേക്ക് പോകണം. ഓക്കെ അല്ലേ? GST അക്കൗണ്ടിലേക്ക് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ആയിട്ട് അടക്കേണ്ടി വരും. അപ്പോൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 500 രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നത് വരെ നിങ്ങൾക്ക് അതെന്താണ്? ഒരു ബാധ്യതയാണ്, ലയബിലിറ്റിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ GST എന്ന് പറയുന്നത് ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നിങ്ങൾ കളക്ട് ചെയ്ത GST അത് നിങ്ങൾക്കൊരു ലയബിലിറ്റി അക്കൗണ്ടാണ്, ബാധ്യതയാണ് അത് കൊടുക്കുന്നത് വരെ. ഓക്കെ അല്ലേ? GSTയിൽ അല്ലെങ്കിൽ ടാക്സിൽ എപ്പോഴും 2 കൺസെപ്റ്റ് ഉണ്ടാവും. ഔട്ട്പുട്ട് ടാക്സ് ആൻഡ് ഇൻപുട്ട് ടാക്സ് അല്ലേ? ഔട്ട്പുട്ട് ഗുഡ്സ് പുറത്തേക്ക് സെയിൽ ചെയ്യുക. ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയാൽ മതി. ഔട്ട് സെയിൽ ചെയ്യുമ്പോൾ ഗുഡ്സ് പുറത്തേക്കല്ലേ? ഗുഡ്സ് കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ പുറത്തേക്ക് ഗുഡ്സ് പോകുന്നു. അപ്പോൾ ഔട്ട്പുട്ട് സെയിൽ ട്രാൻസാക്ഷൻ്റെ കൂടെ കളക്ട് ചെയ്യുന്ന ടാക്സാണ് ഔട്ട്പുട്ട് ടാക്സ് അല്ലേ? കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സാണ് ഔട്ട്പുട്ട് ടാക്സ്. അത് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാനാണ്. അത് നിങ്ങൾ എന്തായി കാണിക്കണം? ലയബിലിറ്റി ആയിട്ട് കാണിക്കേണ്ടി വരും. ലയബിലിറ്റി. ഓക്കെ അല്ലേ? അപ്പോൾ ഈ എല്ലാ ഔട്ട്പുട്ട് ടാക്സും നിങ്ങൾ എന്ത് ചെയ്യുക? അതൊരു ലയബിലിറ്റി ആയിട്ട് കാണിക്കുക. അപ്പോൾ എന്താണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ഈ കസ്റ്റമർക്ക് കൊടുക്കാനുള്ള ഗുഡ്സ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതല്ലേ? മറ്റൊരാളുടെ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലായിട്ട് നിങ്ങൾ വാങ്ങിയതല്ലേ? അപ്പോൾ നിങ്ങളുടെ കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് സെയിൽ ചെയ്തപ്പോൾ നിങ്ങൾ അടയ്ക്കാനുള്ള ടാക്സ് നിങ്ങൾ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗുഡ്സ് തന്നത് ഞാനാണ് തന്നത്. നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്നാണ് ഈ ഗുഡ്സ് പർച്ചേസ് ചെയ്തത്. നിങ്ങൾക്കത് പർച്ചേസും എനിക്കത് സെയിലല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് ഈ ഗുഡ്സ് വിറ്റപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാനും ടാക്സ് വാങ്ങിയിട്ടുണ്ടാവില്ലേ? ഗവൺമെൻറ് കിടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളുടെ സപ്ലയറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തപ്പോൾ അയാൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് കൊണ്ടുപോയി. ഓക്കെ അല്ലേ? അപ്പോൾ സെയിൽ ചെയ്യുമ്പോഴും പർച്ചേസ് ചെയ്യുമ്പോഴും നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സെയിൽസ് ചെയ്യുമ്പോൾ, കസ്റ്റമർക്ക് സെയിൽ ചെയ്യുമ്പോൾ ഈ കളക്ട് ചെയ്യുന്ന ടാക്സ് ഔട്ട്പുട്ട് ടാക്സ് ഇതാണ് നിങ്ങൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തപ്പോൾ ഗുഡ്സ് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ പർച്ചേസ് ചെയ്തപ്പോൾ ഗുഡ്സ് ഇന്ന് നമ്മൾ കമ്പനിയിലേക്ക് ഗുഡ്സ് വരികയാണ്. അപ്പോൾ സപ്ലയർക്ക് കൊടുത്ത ടാക്സ് ആണ് ഏത്? ഇൻപുട്ട് ടാക്സ്. ഓക്കെ, സപ്ലയർക്ക് കൊടുത്ത ടാക്സ് ആണ് ഇൻപുട്ട് ടാക്സ്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റീഫണ്ട് ചെയ്യാം. ഏത്? ഈ ഔട്ട്പുട്ട് ടാക്സ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ഔട്ട്പുട്ട് ടാക്സ് ഗവൺമെൻറ് മുഴുവനായിട്ട് അടക്കണ്ട. അതിൽ നിന്ന് ഈ ഇൻപുട്ട് ടാക്സുകൾ മുഴുവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീഫണ്ട് ചെയ്യാം, ക്ലെയിം ചെയ്യാം, തിരിച്ച് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത് ഒരു അസറ്റ്സ് അക്കൗണ്ടാണ്, അസറ്റുകളാണ്. ഓക്കെ, അസറ്റ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്താ ചെയ്യുക? അങ്ങനെ നിങ്ങൾ ഈ എല്ലാ അക്കൗണ്ടുകളും ഫില്ല് ചെയ്യുക. ഈ 60ഓളം ലെഡ്ജർ വരുന്നുണ്ട്. ഈ ഓരോ ലെഡ്ജറിൻ്റെയും ടൈപ്പ് ഫില്ല് ചെയ്യുക. ഓക്കെ അല്ലേ? ഓരോ ലെഡ്ജറിൻ്റെയും ടൈപ്പ് ഫില്ല് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ടാലി നോക്കാം. ഈ അക്കൗണ്ടുകളൊക്കെ എങ്ങനെയാണ് ടാലി സോഫ്റ്റ്വെയറിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ അല്ലേ? ഈ ടാലി ഗ്രൂപ്പ് ഫില്ല് ചെയ്യേണ്ട നെക്സ്റ്റ് ടോപ്പിക്ക് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക്ക് ടാലി ഗ്രൂപ്പാണ്. അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ അക്കൗണ്ടുകളൊക്കെ ഫില്ല് ചെയ്യുക. ഈ ഓരോ അക്കൗണ്ടുകളും എന്ത് ടൈപ്പ് ലെഡ്ജറാണെന്ന് ഫില്ല് ചെയ്യുക. അസറ്റ്സ് ആണോ, ലയബിലിറ്റി ആണോ, ഇൻകം ആണോ, എക്സ്പെൻസ് ആണോ നോക്കി എഴുതുക. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പക്ഷേ നിങ്ങൾ ആദ്യം തന്നെ അത് ഡൗൺലോഡ് ചെയ്യരുത്. അത് നോക്കിയിട്ട് കോപ്പി അടിക്കരുത്. ആദ്യം നിങ്ങൾ ഈ ഓരോ ലെഡ്ജറിൻ്റെ നേരെ അതിൻ്റെ അക്കൗണ്ട് ടൈപ്പ് ഫില്ല് ചെയ്യുക. അത് അസറ്റാണോ, അതായത് നമ്മളെ അക്കൗണ്ട് ടൈപ്പ് ഇല്ല, 5 ടൈപ്പ്, അത് ഓരോ ലെഡ്ജറും അത് അസറ്റാണോ, ലയബിലിറ്റി ആണോ, ഇൻകം ആണോ, എക്സ്പെൻസ് ആണോ, ക്യാപിറ്റൽ ആണോ എന്ന് ഫില്ല് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആൻസർ ഡൗൺലോഡ് ചെയ്തിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ? എന്നിട്ട് നമുക്ക് ടാലി ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കാം.